റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട അഭിഭാഷകനെ പ്രോസിക്യൂട്ടറാക്കാൻ പത്തനംതിട്ട SP ഇടപെട്ടതായി പരാതി. SP-ക്കെതിരെ ആലപ്പുഴ ഡിവൈഎസ്പി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട അഭിഭാഷകൻ പ്രശാന്ത് N. കുറുപ്പിനെ കരിക്കിനേത്ത് കൊലക്കേസിൽ പ്രോസിക്യൂട്ടറാക്കി ശുപാർശ ചെയ്തെന്നാണ് പരാതി. മിഥുൻ മുരളി നൽകും കൂടുതൽ വിവരങ്ങൾ. മിഥുൻ, വിശദാംശങ്ങൾ. SP-ക്കെതിരെ ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബു മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നതാണ്. ഇതിൽ പ്രധാനപ്പെട്ട സൂചിപ്പിക്കുന്ന കാര്യം SP റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട അഭിഭാഷകനെ പ്രോസിക്യൂട്ടറാക്കാൻ വേണ്ടി ഇടപെടൽ നടത്തി എന്നുള്ളതാണ്. റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട അഭിഭാഷകനായിട്ടുള്ള പ്രശാന്ത് N. കുറുപ്പിനെ കരിക്കിനേത്ത് കൊലക്കേസിലെ പ്രോസിക്യൂട്ടറായിട്ട് ശുപാർശ ചെയ്തു. പ്രശാന്തിനെതിരെ 15 കേസുകളുണ്ട്. ഇങ്ങനെയുള്ള ഒരാളെ ഈ പബ്ലിക് പ്രോസിക്യൂട്ടറാക്കാൻ വേണ്ടി ശുപാർശ നടത്തി എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. DIG റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ ഈ ഒരു ആരോപണത്തിൽ പരാതിയിൽ അന്വേഷണം നടത്തണമെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രശാന്തിനെ പ്രോസിക്യൂട്ടറാക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനായ തന്നെ കൊടുക്കാൻ എന്നും പരാതിയിൽ പറയുന്നു. ഈ മധുബാബുവാണ്, ആലപ്പുഴ ഡിവൈഎസ്പി ആയിട്ടുള്ള മധുബാബുവിനാണ് ഇതിന്റെ കരിക്കിനേത്ത് കൊലക്കേസിന്റെ അന്വേഷണ ചുമതലയുള്ളത്. അത് തന്നെ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രശാന്ത് എന്ന അഭിഭാഷകനെ പ്രോസിക്യൂട്ടറാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ തന്നെ കൊടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തിയതെന്നും ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. റൌഡി ലിസ്റ്റിൽ ഒന്നാമതുള്ള അഭിഭാഷകൻ KJ മനുവിനെ നേരത്തെ SP ഓഫീസിലെ പോഷ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള ഗൗരവകരമായിട്ടുള്ള ചില ആരോപണങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബു പത്തനംതിട്ട SP VG വിനോദ് കുമാറിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെ ഈ പത്തനംതിട്ടയിലെ ഒരു ഹൈക്കോടതി അഭിഭാഷകനായിട്ടുള്ള നൌഷാദ് തോട്ടത്തിൽ പ്രതിയായ കേസിന്റെ അട്ടിമറിയുമായി ബന്ധപ്പെട്ട് ഈ പത്തനംതിട്ട SP-ക്കെതിരെ DIG അജിത ബീഗം മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിന് ചില റിപ്പോർട്ടുകൾ നൽകുകയും അത് സംബന്ധിച്ചിട്ടുള്ള തുടർ നടപടികൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നതിനിടയിലാണ് ഇപ്പോൾ പത്തനംതിട്ട SP-ക്കെതിരെ പുതിയ ഒരു പരാതി മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരിക്കുന്നത്. ശരി മിഥുൻ.